ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഈ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട, നിങ്ങളുടെ കുടുംബത്ത് മാത്രം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം പബ്ലിക് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ട് നാണമില്ലേ? എന്തുകൊണ്ടാണ് ഞാൻ കുഞ്ഞിനെ വിളിച്ചോണ്ട് വന്നതിന്റെ കാരണം എല്ലാരും അറിയണം. ഞാൻ അറിയണ്ടെന്ന് വെച്ചിട്ടാ, എല്ലാരും അറിയണം. ഞാൻ ഇപ്പൊ പറയാം. ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഉപ്പും മുളകും ലേറ്റ് എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. അവര് തുടക്കമൊക്കെ ഞാൻ അവരുടെ ചാനൽ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അധികം അങ്ങനെ വല്ലപ്പോഴും ഒക്കെ കാണാറുള്ളൂ. അപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവര് അച്ഛനും അമ്മയും 4 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമായിരുന്നു. അതിൽ മൂത്ത പെൺകുട്ടി എന്ന് പറയുന്ന ഒരു 19 വയസ്സൊക്കെ ഉണ്ടായിരുന്നു അവർക്ക്. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പെണ്ണ് കാണല് അതൊക്കെ ഒരു വ്ളോഗായിരുന്നു, എൻഗേജ്മെന്റ് ഒരു വ്ളോഗായിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ പുള്ളിക്കാരന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ പൊന്നൂസ് എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഈ ചാനലൊക്കെ തുടങ്ങിക്കൊടുന്ന പുള്ളിക്കാരനാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇവര് എപ്പോഴും വീട്ടില് ബർത്ത്ഡേ ആണെങ്കിലും എന്ത് ഫംഗ്ഷൻ വന്നാലും ഇവര് ഒക്കെ കാണും. അപ്പൊ ആ പയ്യനുമായിട്ട് ഈ പെൺകുട്ടി അടുപ്പത്തിലായിരുന്നു, അവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു, അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇവരറിയുന്നില്ല അത്. അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടിയെ ഒളിച്ചോടുകയാണ്. ഈ പയ്യനുമായിട്ട് ഒളിച്ചോടി വേറെ സ്ഥലത്തൊക്കെ. അങ്ങനെ ഈ അമ്മയും അച്ഛനും വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഒരു ചാനലിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കരഞ്ഞുകൊണ്ട് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തത് ഭയങ്കര വിഷമകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലായിരുന്നു അവർ പോയിക്കൊണ്ടിരുന്നത്. ആ കാര്യം കൂടി പറയാനുള്ള, ഇവര് ഈ ഒളിച്ചോടിയ ഈ പയ്യനും പിന്നെ ഈ പെണ്ണും ആ ഒളിച്ചോടിയ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോ കാറിലിരുന്ന് ഒരു ലൈവല്ല വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എക്സ്പ്ലനേഷൻ ഒക്കെ ആയിട്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലും പരാതികളും ഒക്കെ ആയിരുന്നു. അങ്ങനെ കുറെ നാൾ അങ്ങനെ പോയതിനു ശേഷം ഇവരുടെ 2 പേരുടെ വ്ളോഗ്സിലും കാണാറുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അച്ഛനെയും അമ്മേനെ കുറിച്ച് പറയുന്നത്, ഇവിടെ പൊന്നൂസിനെ കുറിച്ച് പറയുന്നത്, അങ്ങനെ ഒരുപാട് പൊന്നൂസിനെ കുറിച്ച് പറയുന്ന അങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം നൈറ്റ് പിന്നെ ഈ പൊന്നും ഭർത്താവും കൂടി, ഭർത്താവ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ആണ് കേട്ടോ, അങ്ങനെ വീട്ടിലേക്ക് വരുന്നു. പിന്നെ അമ്മയും അച്ഛനും എല്ലാം മതിമറന്ന് കെട്ടിപ്പിടിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ലാസ്റ്റ് ഇവര് ഒരുമിച്ചൊരു വീട്ടിൽ, ഈ അമ്മയുടെ ഈ പൊന്നിയുടെ വീട്ടിൽ തന്നെയാണ് താമസം ഉണ്ടായിരുന്നത്. ഇവരുടെ കൂടെ ഈ അച്ഛന്റെ അമ്മയുടെയും അനിയത്തിയുടെയും എല്ലാവരുടെയും കൂടെ, ഈ അനിയന്റെയും ഒക്കെ കൂടെയായി ഇവരുടെ ഫാമിലിയിലെ ഒരു അംഗമായിട്ട് നമ്മുടെ ഈ പുള്ളിക്കാരനും കൂടി ചേർന്ന് അങ്ങനെ ഇവരെല്ലാരും കൂടെ ഒരുമിച്ചായി താമസം. ഇടയ്ക്കിടയ്ക്ക് വീട് മാറുന്നതായിട്ടും കാണിക്കുന്നുണ്ട്, പിന്നെ ഇടയ്ക്ക് ഇവരെ ഒരുമിച്ച് താമസിക്കുന്നതായിട്ടും കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഈ കുഞ്ഞൻ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് മുന്നേ ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് പോകുന്നതും അങ്ങനെ ഒരുപാട് ബ്ലോഗ്സ് അതും കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുഞ്ഞൻ എന്ന് പറയുന്ന ആ പെൺകുട്ടി കല്യാണം ഉറപ്പിച്ചു, പുള്ളിക്കാരിയുടെ കല്യാണം ഉറപ്പിച്ചു. അപ്പൊ ഇവരുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു. കാര്യം ഇവര് വളരെയധികം പിന്നെ പഠിത്തമൊക്കെ കുറവാണ്. അപ്പം വീട്ടുജോലിയാണ് ഇവര് മെയിൻ ആയിട്ട് ഈ അമ്മ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതെന്നാണ് കമന്റ്സിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരുപാട് കമന്റ്സ് ഉണ്ടായിരുന്നു. വീട്ടുജോലി വേലക്കാരി ജാനുവായിട്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് പഠിക്കാൻ വിടാത്ത, അങ്ങനെയൊക്കെയാണ് കുറെ കമന്റ് ഒക്കെ വരാറുണ്ടായിരുന്നു. അതിനെതിരെ ഇവര് രംഗത്ത് വന്ന് കുറെ സംസാരമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറെ ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ ഫാമിലിയിൽ. അതുപോലെ തന്നെ അച്ഛൻ ജോലിക്കൊന്നും പോകാതെ നിൽക്കുന്നത് കണ്ടിട്ട് കുറെ പേര് പറയും, അച്ഛൻ എന്താണ് ഈ ജോലിക്കൊന്നും പോകാണ്ട് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ഓരോ ഇപ്പൊ ഈ പയ്യനാണേലും, ഈ പെൺകുട്ടീനെ കല്യാണം കഴിച്ചിരിക്കുന്ന പയ്യനാണേലും ജോലിക്കൊന്നും എന്താ പോകാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റ്സ് അങ്ങനെയും വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ നന്ദന അനിൽകുമാർ എന്ന് പറയുന്ന ഈ പെൺകുട്ടി, കുഞ്ഞനെന്നാണ് വിളിക്കുന്നത്, അവര് ഇതുപോലെ 19 വയസ്സുണ്ട്. ആ ടൈം ആയപ്പോഴത്തേക്കും കല്യാണം ഉറപ്പിച്ചതാണ്. ഉറപ്പിച്ച വ്യക്തിയുമായിട്ട് തന്നെയാണ് ഒളിച്ചോടിയിരിക്കുന്നത്. അതാണ് വളരെ അതിശയകരമായിട്ടുള്ള ഒരു വാർത്ത. കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു പയ്യനോട്, എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞതാണ്, ആ പയ്യനുമായിട്ട് തന്നെയാണ് ഒളിച്ചോടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു പിന്നെ വിഷയത്തെ കുറിച്ച് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ഒട്ടുമിക്ക ആൾക്കാർ റിയാക്ട് ചെയ്ത്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവരുടെ വീഡിയോയിൽ എന്തെങ്കിലും, ഇവരുടെ ബ്ലോഗ്സിൽ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അതെടുത്ത് റിയാക്ട് ചെയ്യുവാണ് എല്ലാവരും. അപ്പൊ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ച് ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഫാമിലിയുടെ ഒരു എക്സാമ്പിൾ ആണ് ഈ കുടുംബം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ഫാമിലി ആവരുത് എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഈ കുടുംബം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാറിയ ഒരു കുടുംബത്തെ നമ്മൾ കണ്ടിട്ടില്ല. കാര്യം എന്താന്ന് വെച്ചാൽ, ഈ 3 പേര്, ഇവരുടെ 3 പേരുടെ കാര്യമാണ്. ഒന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. കാര്യം ഈ നേരത്തെ പറഞ്ഞ ആ പൊന്നു എന്ന് പറയുന്ന പെൺകുച്ചതിനെ ഈ ഒളിച്ചോടി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ കുറച്ച് നാളത്തെ, എനിക്ക് തോന്നുന്നത് ഇവരൊരു റീച്ചിന് വേണ്ടി കാണിക്കുന്നതാണോന്നൊരു ഡൗട്ട് ഉണ്ട്. കാര്യം ഇതുപോലെ അതാകുമ്പോൾ 2 ചാനലിലും നല്ല റീച്ച് ഉണ്ടാവും.
അതാണ് ഇവരുടെ ലക്ഷ്യവും തോന്നുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ ഇവർക്ക് വലിയ സമ്പത്തോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ഒളിച്ചോട്ടം എന്ന് പറയുന്നത് വെറുതെ ഇപ്പൊ പൈസ ഒന്നും വലുതായിട്ട് പോകത്തില്ല എന്നുള്ള ഒരു ഇത് വെച്ചിട്ടും ആയിരിക്കാം. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഈ പറയുന്നത്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പൊന്നു എന്ന് പറയുന്ന പെൺകുട്ടി 19 വയസ്സായ ആ ഒരു ടൈമിലായിരുന്നു ഈ ഒളിച്ചോട്ടവും കാര്യങ്ങളും. അതേ സെയിം പ്രായത്തിൽ തന്നെയാണ് നമ്മുടെ ഈ കുഞ്ഞനെന്ന് പറയുന്നതും ഒളിച്ചോടിയേക്കുന്നത്. രണ്ടുപേരും സെയിം ഇതിൽ തന്നെയാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഒളിച്ചോടി. ആദ്യത്തെ പെണ്ണ് എൻഗേജ്മെന്റ് വേറൊരു പുള്ളിക്കാരനുമായിട്ട് ഉറപ്പിച്ചു വെച്ചിട്ട് ഒളിച്ചോടിയതാണ്. പക്ഷെ ഇത് സ്വന്തം ചെറുക്കനുമായിട്ട് തന്നെയാണ് ഒളിച്ചോടിയേക്കുന്നത്. വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ട് ബ്ലോഗ് ഇട്ട് പൈസ ഉണ്ടാക്കുവാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ആദ്യത്തെ വീഡിയോ ചിലപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ആദ്യം ഈ പൊന്നൂസ് പോയ സമയത്ത് അവളെ കുറിച്ച് എന്തൊക്കെ കുറ്റങ്ങൾ, അവളെയും അവളുടെ ഹസ്ബൻഡിനെയും കുറിച്ച്. ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഫ്രണ്ട് ആയിരുന്നു, വീട്ടിൽ എല്ലാ ദിവസവും വരുന്ന ഒരു ഫ്രണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് വരുന്ന ഒരു ഫ്രണ്ട് ആയിരുന്നു നമ്മുടെ ഈ പുള്ളിക്കാരൻ. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അച്ഛനും അമ്മയാണെങ്കിലും അമ്മ, അച്ഛന്റെ ഞാൻ പറയുന്നില്ല, അമ്മേനെയാണ് പറയുന്നത്. അമ്മ ഈ കുട്ടികളെ രണ്ടുപേരെയും, ആദ്യം ഈ കുഞ്ഞനെന്ന് പറയുന്ന അനിയത്തിയും ഈ അമ്മയും വന്നിരുന്നിട്ട് പറഞ്ഞു, പിന്നെ എന്താണ് ഈ ഷെബിൻ എന്നാണ് പിന്നെ നമ്മുടെ ഈ അഞ്ജനയുടെ ഭർത്താവിന്റെ പേര്, ഈ പൊന്നൂന്റെ ഭർത്താവിന്റെ പേര്. അപ്പോ പുള്ളിക്കാരൻ എന്തോ വൃത്തികെട്ട രീതിയിൽ നോക്കിയിരുന്നു. അങ്ങനെ ആ ഒരു രീതിയിൽ അമ്മേനെയും അനിയത്തിനെയും ആ ഒരു രീതിയിൽ വന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ വീഡിയോസ് ഒന്നും ഇപ്പൊ ഇല്ല, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബോധം ഉണ്ടെങ്കിൽ സ്വന്തം മക്കളെ കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അച്ഛനാണ്, അമ്മയാണ്, മക്കളാണ്, ഇവര് പിന്നീടും മിണ്ടും. അത് സ്വാഭാവികമാണ്. ഇവര് കാര്യം ഈ പൊന്നു ഇപ്പം മിണ്ടിയില്ലേ, ഇപ്പൊ എന്താണ് ഒരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, ഭയങ്കര കൂട്ടാണ്. ആ ഒരു ഇത് തന്നെ ഇനിയിപ്പം ഈ കുഞ്ഞനെന്ന് പറയുന്ന ആ പെൺകുട്ടിയും ഇനിയും വരും, തിരിച്ചു വരും, കൂട്ടാവും. പക്ഷെ ഈ പറഞ്ഞതൊക്കെ തിരിച്ചെടുക്കാൻ പറ്റുമോ? അതുപോലെ ആ പെണ്ണിനാണെങ്കിൽ 19 വയസ്സേ ഉള്ള ആ പെൺകുട്ടിയുടെ ഒരു പക്വതയില്ലായ്മ ഇതിനകത്ത് കാണാം. അവരും വന്ന് കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ വലിയവർക്ക് പിന്നെ പക്വത ഉണ്ടല്ലോ. ഈ പെണ്ണ് എന്താണ് വന്ന് പറഞ്ഞിട്ട് പോകുന്നു, ഓക്കെ സമ്മതിച്ചു. പക്ഷെ ഈ പക്വതയുള്ള ഈ അച്ഛനും അമ്മമാരും അല്ലേ അതൊന്ന് മനസ്സിലാക്കി. ആരെങ്കിലും ഒരാൾ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. അപ്പൊ ഞാൻ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ നന്ദന എന്ന് പറയുന്ന കുഞ്ഞിനിട്ട വീഡിയോയും പിന്നെ ഈ അമ്മ ഇട്ട വീഡിയോയും കൂടിയാണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഒരു പുള്ളിക്കാരി കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ ജസ്റ്റ് വായിക്കാം. എന്നെയും എന്റെയും കുടുംബത്തെയും ഇല്ലാത്ത കഥകൾ പറഞ്ഞ് മോശമായ രീതിയിൽ പ്രചരിപ്പിച്ച ഒരു യൂട്യൂബ് ചാനലിനെതിരെ മാനനഷ്ടം കേസ് ഫയൽ ചെയ്യുകയാണ്. ഇനിയെല്ലാം നിയമത്തിന്റെ വഴി പോവുകയാണ്. എന്റെ ഭാര്യയ്ക്ക് ഇല്ലാത്ത പ്രശ്നങ്ങൾ മറ്റാർക്കും വേണ്ട. കുറച്ച് തിരക്ക് കാരണം വീഡിയോ ഇടാൻ സാധിച്ചില്ല. നാളെ മോർണിംഗ് വീഡിയോ വരുന്നതാണ് എന്നാണ് ഈ നന്ദൂസ് ബ്ലോഗ് എന്ന് പറയുന്ന ചാനലിൽ നിന്ന് വന്ന പോസ്റ്റ്. ശരിക്കും ഈ പോസ്റ്റിന്റെ ഇതില് കണ്ടാൽ തന്നെ അറിയാം അത് ആരാണെന്ന്. എന്ന് വെച്ചാൽ ചേച്ചിയുടെ ഭർത്താവും ഇട്ട ഒരു ബ്ലോഗാണ്. അതിനെതിരെയാണ് ഇവര് കേസ് ഫയൽ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. അതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഈ നന്ദനെ കല്യാണം കഴിച്ചിരിക്കുന്ന പയ്യൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ യൂട്യൂബിന്റെ കാര്യമൊന്നുമില്ല, ആവശ്യമൊന്നുമില്ല, അങ്ങനെ തേക്കയാ ചക്കയാ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇങ്ങനെ വന്നിട്ട് നാളെ രാവിലെ ഒരു മോർണിംഗ് വീഡിയോ ഇടുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും അതിൽ നിന്ന് നല്ല വരുമാനം അവർക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ 2 പെൺപിള്ളേരുടെ ഹസ്ബൻഡുമാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. എന്തായാലും നിങ്ങൾ വളർത്തിയതിന്റെ ഗുണമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. മക്കളെ നല്ല രീതിയിൽ വളർത്തിയില്ല എന്നുള്ളതിന്റെ ഒരു പോരായ്മ നിങ്ങളുടെ ഭാഗത്തു നിന്നും തീർച്ചയായിട്ടും ഉണ്ട്. അത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും. ഒരാളല്ല ചെയ്തിരിക്കുന്ന, 2 പേരാണ് ഈ തെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം, ഈ അച്ഛനും അമ്മയൊക്കെ ഈ വ്ലോഗ് തുടങ്ങുന്ന സമയത്താണെങ്കിലും ഇവരുടെ ദാരിദ്ര്യം പറച്ചിലായിരുന്നു. ഭയങ്കര ദാരിദ്ര്യം എന്ന് വെച്ചാൽ അവരെക്കാളും വലിയ ദാരിദ്ര്യമുള്ള ഒരുപാട് പേരുണ്ട്, ഒരുപാട് കുടുംബങ്ങളെ നമുക്ക് പേഴ്സണൽ ആയിട്ട് അറിയാം. അപ്പൊ അവരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും ഇങ്ങനെ വിഷമിക്കുവാണ്. ഇവര് വ്ലോഗിൽ വന്നിട്ട് ഇവരുടെ ഇല്ലായ്മകൾ കംപ്ലീറ്റ് പറഞ്ഞ് പിന്നെ മോനെ പിന്നെ എന്താ ജോലിയില്ല, അതില്ല, ഇതില്ല, എല്ലാം വന്ന് തുറന്നടിച്ച് വീട്ടിലെ രഹസ്യങ്ങൾ വരെ തുറന്നടിച്ച് യൂട്യൂബിൽ കൂടെ പറയലാണ് ഇവരുടെ പണി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ഫാമിലിയിൽ പോലും ഇങ്ങനത്തെ മക്കള് കാണില്ല. കാര്യം ഇതുപോലെ ഒരു വളർത്തുദോഷമുള്ള മക്കള്. കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ വേറൊന്നും കൊണ്ടല്ല പറയുന്നത്, ഈ അച്ഛനും അമ്മയ്ക്കാണേലും എന്തോരം മുഖത്ത് വാരി തേച്ചുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ ഇത് പബ്ലിക്കായിട്ട് വന്ന് ഇവരുടെ ഫാമിലി ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും ഈ പബ്ലിക്കായിട്ട് വന്ന് പറയുന്നതൊക്കെ വളരെ മോശമാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഒരു മോള് ഇറങ്ങിപ്പോയി എന്നിട്ട് അതിനെതിരെ നമ്മൾ വ്ലോഗിലാണ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പറയണം അവളുടെ പാട്ടിന് പോയി, എന്തായാലും സന്തോഷമായിട്ട് ജീവിക്കട്ടെ, എന്റെ മോളല്ലേ, എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ, അവൾ എന്തെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവൾ അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു വിടുകയാണ് വേണ്ടത്. അപ്പോ
അതല്ലാതെ ഇവര് വന്നിട്ട് മോളെ കുറിച്ച് കുറ്റം പറയുക, 2-3 കുറ്റം, ഇത് നല്ലൊരു കണ്ടന്റ് ആണ്, മോളെ കുറിച്ച് 2-3 കുറ്റം പറയാം, അപ്പൊ അവർക്ക് വേണമെങ്കിൽ അവർക്കും വ്യൂസ് കിട്ടിക്കോട്ടെ, എനിക്കാണെങ്കിൽ എന്റെ ചാനലിലും വ്യൂസ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞുള്ള അച്ഛനും അമ്മമാരാണ് ഇവർ രണ്ടുപേരും. ഇത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവര് നല്ല കൃത്യമായിട്ട് നല്ല സൂപ്പർ കളിയാണ് ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇവരുടെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഇവര് ഈ ബ്ലോഗേഴ്സിന്റെ നമ്പർ തപ്പിപ്പിടിച്ച് വിളിച്ചിട്ട് ഇവരിങ്ങനെ ഇവരുടെ നല്ല വശങ്ങൾ മാത്രം പറയുകയും, പക്ഷെ ഇവര് മോശം ഈ അവരുടെ ചാനലിൽ വന്ന് മോശം രീതിയിൽ പറയുകയൊക്കെയാണ് ചെയ്യുന്നത്. അമ്മ തന്നെ പറയുന്നത്, നന്ദന പറയുന്ന കാര്യങ്ങൾ ഇവർ രണ്ടുപേരും വളച്ചൊടിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നതാണെന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരാളെയും നമ്പാൻ കൊള്ളില്ല. ഇവര് 3 പേര് ഇവരുടെ 3 ചാനലുകാരെയും നമ്പാൻ കൊള്ളില്ല. കാര്യം എന്താ വെച്ചാൽ ഇവര് പൈസയ്ക്ക് വേണ്ടി എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അവരുടെ വിഷയം എടുത്ത് നമ്മളും വിറ്റ് കാശാക്കുന്നു, അത്രയും മാത്രം നിങ്ങളും കരുതിയാൽ മതി. 3 വർഷത്തെ സർട്ടിഫിക്കറ്റാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇത് എക്സ്പീരിയൻസാ. ഇവിടെ തന്നെ ആളൂര് NEP സെന്റർ ഗൾഫ് ടെക്കിൽ പഠിച്ച സർട്ടിഫിക്കറ്റാണ്. NEP എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് എന്നാണ് എൻ്റെ ഫുള്ളായിട്ട് നെയിം വരുന്നത്. അപ്പോൾ അടുത്ത സർട്ടിഫിക്കറ്റാണ്. ഞാൻ പഠിച്ചത് ഇലക്ട്രിക്കലാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോ ഈ പുള്ളിക്കാരൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഈ പുള്ളിക്കാരന്റെ സർട്ടിഫിക്കറ്റ്സുകളൊക്കെയാണ് കാണുന്നത്. ഇപ്പൊ പുറം രാജ്യങ്ങളിലുള്ളവർക്കൊക്കെ മനസ്സിലാവും ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണെന്നുള്ളത്. ഇത് കമന്റിൽ വരുന്ന ഓരോ കാര്യങ്ങളാണ് ഈ പുള്ളിക്കാരൻ അത് എടുത്ത് കാണിക്കുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരൻ ഇടാൻ കാര്യം എന്താ വെച്ചാൽ ഈ പൊന്നുവിന്റെ ഹസ്ബൻഡ് വന്നിട്ട് പറയുന്നത് ഇവൻ ഉടായ്പാണ്, ഇവന്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇവന്റെ ജോലിയൊക്കെ ഫേക്ക് ആണെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇവൻ ഇങ്ങനെ ഒരു കളി കളിച്ചത്. ഇതിക്ക് മുന്നേ എനിക്ക് അഫയർ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് എനിക്ക് അഫയർ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നല്ലോണം പ്രണയിച്ച ഒരാളാ. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. എന്നിട്ട് മാത്രം എനിക്ക് മുന്നോട്ട് പോയാൽ മതി ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പറഞ്ഞിട്ടില്ലേ നന്ദനയ്ക്ക് ഈ പുള്ളിക്കാരന് ഒരു അഫയർ ഉണ്ടായിരുന്നു, അത് നന്ദനയ്ക്ക് അറിയാവുന്ന കാര്യമാണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഇവര് രണ്ടുപേരും തന്നെ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇവര് ഈ ജീവിതം തുടങ്ങിയത് തന്നെ. അപ്പൊ പിന്നെ ഇവരുടെ ജീവിതത്തിൽ വില്ലന്മാരായിട്ട് നിൽക്കുന്നത് ആര്? എനിക്ക് ഇങ്ങനെ ഒരു അസുഖം ഉണ്ടായിരുന്നു. എനിക്ക് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു. എനിക്കറിയാം അങ്ങനൊരു അസുഖം ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ഞാനും പറഞ്ഞു ഇതൊക്കെ കാര്യം അമ്മനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു ഈ സംഭവം എനിക്കും വരാം, ആർക്കും വരാം. അപ്പൊ ഈ ഗോകുൽ എന്ന് പറഞ്ഞ വ്യക്തി ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞെങ്കിൽ നമ്മൾ അയാളെ റെസ്പെക്ട് ചെയ്യുന്നു. ഒരു 50 മിനിറ്റുള്ള മെഗാ സീരിയൽ ഇങ്ങനെ പടച്ചുവിടും, എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. അതാണ് മനസ്സിലാക്കാത്ത. ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ട ഇതിനൊക്കെ. ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്, ഞങ്ങൾ അടുത്ത വീഡിയോയിൽ ഇടുക അല്ലെങ്കിൽ ഇന്ന ദിവസം ഇടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലാഗ് എടുപ്പിച്ചുകൊണ്ട് പോവുക. ഒരു വീഡിയോ ഇടുക, ഒരു 50 മിനിറ്റിന്റെ വീഡിയോ ഇട്ടിട്ട് പറയും എങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആനയാണ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞിട്ട് പറയാം, ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ട് പറയാം, ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. ഇങ്ങനെയാണ് ഇവര് റീച്ച് കൂട്ടാനാണെന്ന് തോന്നുന്നത്. വെച്ചാൽ എല്ലാരും കാണുമല്ലോ, സസ്പെൻസ് ഒരു സീരിയൽ കഥ അത് തന്നെ. എന്തായാലും നമ്മുടെ പൊന്നു ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു സംഭവം ഇട്ടിട്ടുണ്ട്, അതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഈ ഗോകുൽ അയച്ചിരിക്കുന്ന 2 മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇതോ മിന്നായം പോലെ ഞാൻ കണ്ടു, 2-3 ടൈം ഞാൻ നോക്കി കൊച്ചു കള്ളൻ എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ സത്യം മാത്രമേ പറയൂ ഉവ്വ, ബട്ട് ഞാൻ അന്ന് കണ്ടപ്പോൾ ഇത്രയും ഉണ്ടായില്ലല്ലോ, നീ വല്ലതും ചെയ്ത ആ ഡ്രസ്സിന്റെ ആണല്ലേ, ഞാൻ കരുതി ഒന്നും ഇല്ലാന്ന്, ഇപ്പൊ മനസ്സിലായി നല്ലോണം ഉണ്ട് ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ്. എന്ത് പറയാനാണ് ഇതിനൊക്കെ. ഇത് മറ്റേ പൊന്നു എന്ന് പറയുന്ന ആ പെൺകുട്ടി സ്റ്റോറി ഇട്ടത് ഈ ഒരു മെസ്സേജാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഈ പ്രൈവറ്റ് ആയിട്ട് വെക്കേണ്ട, നിങ്ങളുടെ കുടുംബത്ത് മാത്രം ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം പബ്ലിക് ആയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ട് നാണമില്ലേ? അതും സ്വന്തം അനിയത്തിയുടെ ഹസ്ബൻഡിന്റെ ഈ ഒരു സാധനമാണ് സംഭവം ഇട്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് പാസ്റ്റ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇങ്ങനെ സ്വന്തം അനിയത്തിയുടെ ലൈഫ് ഇല്ലാണ്ടാക്കുന്ന രീതിയിലാണ് ഒരു വൈരാഗ്യം പോലെ ഇതെടുത്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട്, അതും അവർക്ക് തന്നെ അയച്ചു കൊടുക്കും, പക്ഷെ പബ്ലിക്കായിട്ട് ഇങ്ങനെ അയക്കുന്നത് വളരെ മോശമല്ലേ. പുള്ളിക്കാരി വിചാരിക്കേണ്ട കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, അത് ഇനി എങ്ങനെയെങ്കിലും ഒക്കെ പൊക്കോട്ടെ എന്ന് വിചാരിക്കാനുള്ളതിന് ഇങ്ങനെയുള്ള ഒരു വൾഗറായിട്ടുള്ള മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് ഇങ്ങനെ പബ്ലിക്കായിട്ട് ഇടേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു പ്രൈവറ്റ് ചാറ്റാണ് ഇതുപോലെ ഇങ്ങനെ എക്സ്പോസ് ചെയ്തിരിക്കുന്നത്. അവരുടെയൊക്കെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം, അതും പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ കളികൾ മൊത്തം കളിച്ചിരിക്കുന്നത് ഈ പൊന്നുവിന്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള ഷെബിൻ എന്ന് പറയുന്ന പുള്ളിക്കാരനാണ് ഈ കളികൾ മൊത്തം കളിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ 3 കൂട്ടരും സൈക്കോകളാണ്. ഇവരെന്താ സംഭവം എന്ന് വെച്ചാൽ ക്യാമറ ഓൺ ചെയ്ത് കഴിയുമ്പോൾ ഇവരെല്ലാം സൈക്കോകളായി മാറുകയാണ്. എന്ന് വെച്ചാൽ ഈ നന്ദന എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിലും പൊന്നൂസ് എന്ന് പറയുന്ന പെൺകുട്ടിയാണെങ്കിലും ഈ അമ്മയാണെങ്കിലും ഇവരെല്ലാം സൈക്കോ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതൽ വലിച്ചു നീട്ടി കുഴപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, കുളമാകുവാണ് എന്റെ മൈൻഡ് ഫുള്ള്. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. അപ്പൊ എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.